ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഇപ്പോൾ സർവ്വസാധാരണമായിരിക്കുകയാണ്. ഇവിടെയൊക്കെ സേഫാണോ? എന്നാൽ സേഫ് അല്ല എന്നാണ്. വീണ്ടും അത് ബൾജ് ചെയ്ത് പസ്സും ബ്ലഡൊക്കെ വന്നു തുടങ്ങി. ഇതിലെല്ലാം കുറേ മുഴകൾ പോലെ വരികയും അതൊരു മജന്ത കളറായിട്ട് മാറി ഫുള്ള് കണ്ടാൽ പേടിയാവുന്ന രൂപത്തിലേക്കായി. പക്ഷേ പ്ലാസ്റ്റിക് സർജൻ പറഞ്ഞു ഈ കണ്ടീഷനിലുള്ള ഒരു പേഷ്യൻറ്റിനെ മെഡിക്കൽ എത്തിക്സിനനുസരിച്ച് പുറത്തേക്ക് വിടാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇത്ര ഇൻഫെക്ഷനാണെന്ന് പറഞ്ഞിട്ട്. നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന ഹ്യൂമൻ ബോഡി, അതായത് ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയയാണ് എൻ്റെ തലയിലുണ്ടായിരുന്നത്. സ്കള്ള് വരെയുള്ള എല്ലാ പോർഷൻസും ബാക്ടീരിയ തിന്നിട്ട് സ്കള്ളും ബോണൊക്കെ എക്സ്പോസ്ഡ് ആയിരുന്നു. ഇത്രയും നാളെ ഞാനൊരു ട്രോമ പോലെയായിരുന്നു. എനിക്ക് ഈ സംഭവം ആലോചിക്കുമ്പോഴേ ടെൻഷനും കരച്ചിലുമായിരുന്നു. കാരണം മരിച്ചു എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഞാൻ ഇവിടം വരെ എത്തി. ഇത്രയും ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉൾപ്പെടെ ടോട്ടൽ 13 സർജറികൾ കഴിഞ്ഞു. ഹസ്ബൻഡ് മരിച്ചു എന്ന് പറഞ്ഞാൽ ആരാ കരയാത്ത? നമസ്കാരം. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഇപ്പോൾ സർവ്വസാധാരണമായിരിക്കുകയാണ്. നാട്ടിൽ എവിടെ നോക്കിയാലും അത്തരം ക്ലിനിക്കുകളാണുള്ളത്. ഇവിടെയൊക്കെ സേഫാണോ? എന്നാൽ സേഫ് അല്ല എന്നാണ് ചെറായി സ്വദേശിയായിട്ടുള്ള സനലിൻ്റെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പനമ്പള്ളി നഗറിലെ ഇൻസൈറ്റ് ഡെർമ ക്ലിനിക് സ്കിൻ ആൻഡ് ഹെയർ എന്ന സ്ഥാപനത്തിന് മുന്നിലാണ്. ഈ സ്ഥാപനത്തിൽ സനൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിരുന്നു. അതിനുശേഷം മരണത്തിൻ്റെ വക്കിൽ നിന്നും കഷ്ടിച്ചു രക്ഷപ്പെട്ടു എന്നാണ് സനൽ പറയുന്നത്. സനലിൻ്റെ തലയിലെ മാംസമൊക്കെ ബാക്ടീരിയ തിന്ന് നശിപ്പിച്ചു. ഒടുവിൽ സ്കള്ള് തലയോട്ടി പുറത്തു വന്നു. അങ്ങനെ ഗുരുതരമായ ഒരു ഇൻഫെക്ഷൻ ബാധിച്ച് മരണത്തിൻ്റെ വക്കിൽ നിന്നും തല നാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. സനൽ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കും. ഞാൻ എൻ്റെ നെറ്റിയിൽ കുറച്ച് മുടി കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു എൻക്വയറി ബട്ടൺ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ അവർ നിരന്തരം കോൺടാക്റ്റ് ചെയ്യുകയും അപ്പോൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് ഒരു ട്രസ്റ്റ് അവരുണ്ടാക്കി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തീരുമാനിച്ച് സെപ്റ്റംബറിൽ അവർക്കൊരു അഡ്വാൻസ് എമൗണ്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം അവർ പല ഡേറ്റുകളും തന്നിരുന്നു. ബട്ട് എനിക്ക് ആ ഡേറ്റിലൊന്നും പോയി ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. എനിക്ക് വീട് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ അവർ ഫെബ്രുവരിയിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇനി നമുക്കിത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല, കാരണം സാറ് സെപ്റ്റംബറിൽ വന്ന കേസല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ കമ്പൽ ചെയ്തപ്പോൾ ഞാൻ ഫെബ്രുവരി ഡേറ്റ് ചോദിച്ചു. ഒരു 26, 27 ഡേറ്റ് തന്നു. അപ്പോൾ ഈ 26, 27 പോയിട്ട് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 28 എനിക്ക് വലിയ പ്രോബ്ലം വന്നില്ല. ബട്ട് മാർച്ച് 1 ഓൺവേർഡ്സ് എനിക്ക് സിവിയർ പെയിൻ വന്നു. ഈ പെയിൻ വന്നതെല്ലാം ഞാൻ അവർ ഇൻഫോം ചെയ്തു. അതിൻ്റെ എല്ലാ പിക്ചേഴ്സും എല്ലാം ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു സാർ കുഴപ്പമില്ല, ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഗുഡ് എന്ന് പറഞ്ഞ ഇമോജിയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ആളോട് ഞാൻ വീണ്ടും ആളെ ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഞാൻ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് സാർ എനിക്ക് പെയിൻ ഭയങ്കര കൂടുതലാണ്, ഇത് ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നു, തലയിൽ ഡിസ്കളറേഷനായി, പസ് വരുന്നുണ്ട്, ബ്ലഡ് വരുന്നുണ്ട്, ഡിസ്ചാർജ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പിക്ചേഴ്സ് എല്ലാം ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ആളോട് സാർ ഒരു കാര്യം ചെയ്യൂ, 7-ാം തീയതി ക്ലിനിക്കിൽ ചെന്ന് ഹെഡ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ 7-ാം തീയതി അവിടെ ചെന്ന് ഹെഡ് വാഷ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ അവർ ഫോട്ടോ എടുത്ത് കൊടുത്ത് ഇയാൾക്ക് അയച്ചിട്ട് അയാളുടെ പെർമിഷനോടെയാണ് ഹെഡ് വാഷ് ചെയ്തത്. അപ്പോൾ ഈ ഹെഡ് വാഷ് ചെയ്യുന്ന ടൈമിലുണ്ടായിരുന്ന പസ്സും ഡിസ്ചാർജിൽ അവരെന്തോ ഒരു ഡിവൈസ് വെച്ചത് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് അവർ നല്ല പ്രഷറിൽ വാട്ടർ സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്തിട്ട് ആ ഫോട്ടോ എടുത്ത് ആൾക്ക് അയച്ചു കൊടുത്തു. അവരൊരു ഓയിൽമെൻറ്റ് തന്നു ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുവരെ നമ്മൾ ആ ഏരിയയിൽ ഓയിൽമെൻറ്റ് ഒന്നും അപ്ലൈ ചെയ്യാൻ അവർ പറഞ്ഞില്ല. ജസ്റ്റ് അവർ സലൈൻ വാട്ടർ സ്പ്രേ ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് ഹാഫ് ആൻ അവർ ഇടവിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഒരു 5-6 ആയപ്പോഴേക്കും വീണ്ടും അത് ബൾജ് ചെയ്ത് പസ്സും ബ്ലഡൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ആ പിക്ചർ ഞാൻ ആൾക്ക് അയച്ചു കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു 8-ന് നിങ്ങൾ പോയിട്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞു. 8-ന് ഞാൻ പോയി ചെയ്തു. വീണ്ടും സെയിം കണ്ടീഷൻ, ഉറങ്ങാൻ പറ്റുന്നില്ല, സിവിയർ പെയിൻ, ഓരോ ദിവസവും വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോഴും ഞാൻ ആളോട് ചോദിക്കുന്നില്ല സാർ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പൊക്കോട്ടെ, ഇതെന്തെങ്കിലും ഇൻഫെക്ഷൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ ആൾ പറഞ്ഞു വേണ്ട സാർ നമുക്ക് 10-ാം തീയതി വരുമെന്ന് പറഞ്ഞ് 10-ാം തീയതി ഞാൻ ചെന്നു. 10-ാം തീയതി ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്കതൊന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണെന്ന് മനസ്സിലായി. 10-ാം തീയതി ആകുമ്പോൾ എൻ്റെ നെറ്റിയിലെല്ലാം കുറേ മുഴകൾ പോലെ വരികയും അതൊരു മജന്ത കളറായിട്ട് മാറി ഫുള്ള് കണ്ടാൽ പേടിയാവുന്ന രൂപത്തിലേക്കായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നേരെ അവിടെ പോയി ഇത് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ പോയിട്ട് ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ ഈ ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് എനിക്ക് ഇവർ 132 ആയിരുന്നു എൻ്റെ ഷുഗർ ലെവൽ സർജറി ടൈമിൽ. അപ്പോൾ അവർ ഓക്കെ ആണെന്ന് പറഞ്ഞു. അത് പക്കാ ഹെൽത്തി ആയതുകൊണ്ടാണ് അവർ സർജറി ചെയ്തത്. അതിനുശേഷം അവരെനിക്ക് സ്റ്റിറോയിഡ് ആദ്യം തന്നിരുന്നു. പിന്നെ പെയിൻ കൂടുതലെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവർ സ്റ്റിറോയിഡ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി അവർ ആ പ്രിസ്ക്രിപ്ഷൻസും അവർ തന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ പേയ്മെൻറ്റ് നടത്തി എല്ലാം എൻ്റെ അടുത്ത് പ്രൂഫുണ്ട്. അപ്പോൾ ഇവരത് തന്നിരുന്നു. അതും കഴിച്ചിട്ട് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ 132 ആ റേഞ്ചിലുണ്ടായിരുന്നു. എനിക്ക് 591 ആണ് ഫാസ്റ്റിംഗ് ഷുഗർ വന്നത്.
അപ്പോൾ ഈ 591 വന്നൊന്ന് കൂടാതെ എൻ്റെ BP ഷൂട്ടപ്പായി. എനിക്ക് ഇത്ര ഈ 49 ഇയേഴ്സിൽ പോലും എനിക്ക് ഒരിക്കലും നോർമൽ BP അല്ലാതെ വന്നിട്ടില്ല. അപ്പോൾ ഇത്ര ഷൂട്ടപ്പായപ്പോൾ ഞാൻ അവരെ ഇൻഫോം ചെയ്തപ്പോൾ സാർ സ്റ്റിറോയിഡ് കഴിക്കുന്നതുകൊണ്ടാണ്, സ്റ്റിറോയിഡ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞ ആളിട്ട മെസ്സേജ് എൻ്റെ വാട്സപ്പിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ആളോട് പറഞ്ഞു സാർ ഞാനിനി ഇവിടെ ചെയ്യുന്നില്ല, ഞാൻ നേരെ പോവുകയാണെന്ന് പറഞ്ഞ് ലൂർദിൽ അഡ്മിറ്റായി. ലൂർദിൽ അവിടെ എൻഡോക്രൈനോളജിസ്റ്റ് നമ്മൾ നവ്യ എന്ന് പറയുന്നൊരു മാമിനെ കണ്ടിരുന്നു. ഈ നവ്യ മാം റെഫർ ചെയ്തിട്ടാണ് ചാക്കോ സിറിയക്ക് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് സർജൻ സാറിനെ കണ്ടത്. അപ്പോൾ ആൾ കണ്ടപ്പോൾ തന്നെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ചു. അപ്പോൾ ആ ഡേറ്റ് 12-ാം തീയതി ഈ ചെയ്ത ക്ലിനിക്കിലെ ശരത്ത് എന്ന് പറയുന്ന ആൾ വിളിച്ചുകൊണ്ടിരിക്കുക, സാർ അങ്ങോട്ട് വരൂ, ഞങ്ങൾ ആശ്രയിൽ നിന്നൊരു പ്ലാസ്റ്റിക് സർജൻ അറേഞ്ച് ചെയ്തിട്ടാണ്, ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇവിടുത്തെ ഡോക്ടർ ഇപ്പോൾ ഞാനവിടെ അഡ്മിറ്റാണ്, അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ് ഡിസ്ചാർജ് തരില്ല, പ്ലാസ്റ്റിക് സർജൻ ഓക്കെ പറഞ്ഞാൽ ഔട്ട് പാസ് തരാം, നിങ്ങൾ പോയി ചെയ്തിട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷേ പ്ലാസ്റ്റിക് സർജൻ പറഞ്ഞു ഈ കണ്ടീഷനിലുള്ള ഒരു പേഷ്യൻറ്റിനെ മെഡിക്കൽ എത്തിക്സിനനുസരിച്ച് പുറത്തേക്ക് വിടാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇത്ര ഇൻഫെക്ഷനാണെന്ന് പറഞ്ഞിട്ട്. ഇനി നിങ്ങൾ അവിടെ പോയി ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തലയിൽ നിന്ന് ബ്ലീഡിങ് വന്നാൽ എങ്ങനെ അവർ ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യും? ഒരു ലോക്കൽ ക്ലിനിക്കിന് അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് ഡോക്ടർ വിട്ടില്ല. 13-ാം തീയതി രാവിലെ മുതൽ എനിക്ക് സർജറി സ്റ്റാർട്ട് ചെയ്തു. ഈ സർജറി സ്റ്റാർട്ട് ചെയ്തവർ അവിടുത്തെ പസും കാര്യങ്ങളും എടുത്ത് കൾച്ചറിന് അയച്ചപ്പോഴാണ് നെക്രോട്ടൈസിങ് ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന ഹ്യൂമൻ ബോഡി, അതായത് ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയയാണ് എൻ്റെ തലയിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ 13-ാം തീയതി ആയപ്പോഴേക്കും എൻ്റെ തലയിലെ ഫസ്റ്റ് സ്കള്ള് വരെയുള്ള എല്ലാ പോർഷൻസും ബാക്ടീരിയ തിന്നിട്ട് സ്കള്ളും ബോണൊക്കെ എക്സ്പോസ്ഡ് ആയിരുന്നു. അതായത് അവിടുത്തെ മാംസം മുഴുവൻ തീർന്ന് അതെനിക്ക് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാനത് ഇന്നലെയാണ് കാണുന്നത്. കാരണം അത്രയും നാളെ ഞാനൊരു ട്രോമ പോലെയായിരുന്നു. എനിക്ക് ഈ സംഭവം ആലോചിക്കുമ്പോഴെനിക്ക് ടെൻഷനും കരച്ചിലുമായിരുന്നു. കാരണം മരിച്ചു എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ ഞാൻ ഇവിടം വരെ എത്തി. ഇത്രയും ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ മെഷീൻ ഡിസ്കണക്റ്റ് ആവാതെ പേടിച്ചാണ് ഉറങ്ങണം ഓരോ ദിവസവും. ഇന്നലെ ഞാൻ മാക്സിമം ധൈര്യം സംഭരിച്ചാണ് ഈ പിക്ചേഴ്സ് മുഴുവൻ ഞാൻ കണ്ടത്. അപ്പോൾ സാറ് മാർച്ച് 13 മുതൽ ഏപ്രിൽ 2-ാം തീയതി വരെ 8 സർജറി ചെയ്തു. പിന്നെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉൾപ്പെടെ ടോട്ടൽ 13 സർജറികൾ കഴിഞ്ഞു. എങ്ങനെയാണ് എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. കാരണം നമ്മളിങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ മീൻസ് നമുക്ക് യൂണിവേഴ്സ് ഒരു എനർജി തരുന്നുണ്ടാവും ഇതിനെയൊക്കെ സർവൈവ് ചെയ്യാനും ഇതിനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനും. ഇപ്പോഴും ചില സമയത്ത് ഞാൻ ഡൗൺ ആവും. കാരണം പെട്ടെന്ന് എനിക്കൊരു ട്രോമ പോലെ വരും. പിന്നെ ഞാൻ മൈൻഡിനോട് പറയും ഓക്കെ അക്സെപ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഇതിനെ ഓവർകം ചെയ്ത് കൊണ്ടുവരിക. ഇപ്പോൾ എന്തായാലും എനിക്ക് ഇത്ര പറ്റി. എൻ്റെ ഭാഗ്യം, എൻ്റെ കുട്ടികളുടെ ഭാഗ്യം കൊണ്ട് എൻ്റെ മരണം സംഭവിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിനി ഇതിനെന്തായാലും സർവൈവ് ചെയ്ത് എനിക്ക് പറ്റുള്ളൂ. ഈ സാറിൽ ഒരു ന്യൂട്രീഷനാണ്. അപ്പോൾ ആ ക്ലിനിക്കിൽ പോയപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഫെസിലിറ്റീസൊക്കെ പരിശോധിച്ചായിരുന്നു? അതായത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം ഫെബ്രുവരി 26-ന് മാത്രമേ ഞാൻ അവരുടെ സെൻറ്ററിൽ പോയിട്ടുള്ളൂ. അന്ന് മാത്രമേ ഇവരെയൊക്കെ നേരിട്ട് ഞാൻ കാണുന്നുള്ളൂ. ചെല്ലുമ്പോൾ ഒരു വീടാണ്, അത് അത്യാവശ്യം അവർ ഫർണിഷ് ചെയ്ത് ഒരു ക്ലിനിക്കിൻ്റെ അപ്പിയറൻസ് ആക്കി വെച്ചേക്കുക. 2 പ്രൊസീജിയർ റൂമുണ്ട്. അതും ഭയങ്കര ഹൈഫൈ സെറ്റപ്പ് അല്ല, ഒരു ജസ്റ്റ് ഒരു നമ്മുടെ മസാജ് ടേബിൾ പോലത്തെ ഒരു ടേബിളും കുറച്ച് നീഡിൽസ്, അങ്ങനെ ഒരു സെറ്റപ്പ്. പിന്നെ BP നോക്കാനുള്ള BP അപ്പാരറ്റസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് എന്നല്ലാതെ വേറെ വലിയ ഫെസിലിറ്റീസ് ഉള്ളതല്ല. അവിടെ ഒരു അനസ്തെറ്റിസ്റ്റിനെ ഞാൻ കണ്ടില്ല. അവിടെ ഒരു നമ്മളിപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ളവരൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് സർജറിക്ക് മുമ്പ് ഫിസിക്കൽ ഫിറ്റ്നസ് കൊടുക്കാനൊരു ഫിസിഷ്യൻ വേണം. അങ്ങനെ ഒരു ഫിസിഷ്യനെ ഞാൻ അവിടെ കണ്ടില്ല. അവിടെ ആകെ ഉള്ളത് ഒരു ലേഡി ഡെർമറ്റോളജിസ്റ്റും ഒരു നേഴ്സിംഗ് സ്റ്റാഫും 1-2 ഓഫീസ് സ്റ്റാഫും, അതായത് മാർക്കറ്റിംഗ് സ്റ്റാഫുകൾ, ഓൺലൈൻ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സ്റ്റാഫുകൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ അവിടെ. എന്തുകൊണ്ടാണ് അവിടെ ചെയ്യാൻ തയ്യാറായത്? കാരണം നമ്മൾ ഇവരുടെ അടുത്ത് സംസാരിച്ച് ഇവർ നമുക്കൊരു ട്രസ്റ്റ് തന്നിരുന്നു, ഇത്ര വർഷമായിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ് സാർ. അപ്പോൾ അത്രയും റിവ്യൂ, അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 200 സംതിങ് റിവ്യൂസും കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ ചെയ്തവരുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട്സ് അവർ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞു സാർ പെയിനൊന്നും ഉണ്ടാവില്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞവർ ധരിപ്പിച്ച്. പിന്നെ ആൾ ഡോക്ടറാണെന്നുള്ളൊരു ഇതിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഞാനവിടെ ചെന്ന് ഫസ്റ്റ് ഡേ പക്ഷേ എനിക്ക് ചെന്നപ്പോൾ തന്നെ ഒന്നും എനിക്ക് എക്സാമിൻ ചെയ്യാൻ പറ്റിയില്ല. അവിടെ അവർ പറഞ്ഞു ഉടനെ ആൾ വേറൊരു റൂമിൽ പ്രൊസീജിയറിന് കയറി. ഞാൻ വേറൊരു റൂമിൽ, ഒരു ലേഡിയാണ് എനിക്ക് ഹെയർ എക്സ്ട്രാക്ട് ഡോണർ ഏരിയയിൽ നിന്ന് എടുക്കാൻ വേണ്ടി എന്നെ വേറെ റൂമിൽ കയറ്റി. അപ്പോൾ എനിക്കൊന്നും നോക്കാൻ പറ്റിയില്ല.
ബട്ട് നെക്സ്റ്റ് ഡേ ചെന്നപ്പോഴാണ് ഈവനിങ് എനിക്ക് കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞാനവിടെ ഫുള്ള് വാച്ച് ചെയ്തപ്പോഴാണ് അവിടുത്തെ അകത്തെ ബോർഡിൽ ഈ ഡോക്ടർ ശരത് കുമാർ എന്ന് പറയുന്ന ആളുടെ പേരോ ആളുടെ ഡിഗ്രിയോ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. ഒരു ഡോക്ടർ മഞ്ജുനാഥ് എന്ന് പറയുന്നൊരു പേര് ഞാൻ മൈൻഡിലുണ്ട് ഇപ്പോഴും. അങ്ങനെ 1-2 വേറെ ഡോക്ടേഴ്സിൻ്റെ പേരുണ്ട്. പക്ഷേ അതിൽ കുറച്ച് പേര് ഡോക്ടേഴ്സ് അല്ലാതെ വേറെ എന്തോ ഒരു ഡിഗ്രി വെച്ചിട്ടുള്ള കുറച്ച് പേരുടെ പേരുകളും അവിടെ ഉണ്ട്. ബട്ട് ഈ ശരത് കുമാറിൻ്റെ പേര് അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും അതൊരു നെഗറ്റീവ് ഇതായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇൻഫെക്ഷൻ സംഭവിക്കുന്നത് വരെ ആൾ ഡോക്ടർ ആയിരിക്കാം എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മാത്രമല്ല മുടി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ, നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ കുറേ നോക്കിയെങ്കിലും ഈ ഇൻഫെക്ഷൻ്റെ ചാൻസുകൾ പലതിലും ഇൻഫെക്ഷൻ ചാൻസ് ഉണ്ടെന്നല്ലാണ്ട് നമുക്കത് അത്ര പ്രോബ്ലമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഇതുപോലെ പലർക്കും വന്നിട്ടുണ്ടാവാം, ഇതുപോലെ പുറം ലോകം അറിയാതെ അത് മുങ്ങിപ്പോയിട്ടുണ്ടാവായിരിക്കാം. പിന്നെ ഞാൻ ഇപ്പം തന്നെ ഇത്രയും ഇതായിട്ട് ഞാൻ പുറം ലോകത്തെ അറിയിക്കാൻ കാരണം ഇന്നലെ ഞാൻ കാൺപൂരിലൊരു ലേഡി ഡെൻറ്റിസ്റ്റ് 2 എഞ്ചിനീയേഴ്സിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 2 പേരും മരിച്ചു ഒരു ന്യൂസ് കണ്ടു. അപ്പോൾ എനിക്ക് കോഴിക്കോടുള്ള എൻ്റെ ഒരു ക്ലൈൻ്റാണ് അവരെനിക്ക് ആ റിപ്പോർട്ട് ഇട്ട് തന്നിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഞാൻ ഇങ്ങനെ ഒരു വെൽനസ് ഫീൽഡിലുള്ളതല്ലേ, അപ്പോൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ഇതിനെ പുറം ലോകത്ത് അറിയിക്കാതിരിക്കണം. കാരണം ഒത്തിരി യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ്റെ പിന്നാലെയും സൗന്ദര്യവർദ്ധക പിന്നാലെയും പോകുന്നവരാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിത് എൻ്റെ ചെറിയൊരു ഫോൾട്ട് കൊണ്ട് ഇത്രയും വലിയൊരു ട്രാജഡിയിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ചെറിയ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുത്തുകൂടാ? കാരണം ട്രാൻസ്പ്ലാന്റ് ചെയ്യരുതെന്നല്ല, ചെയ്തോളൂ. കാരണം നമ്മൾക്ക് അപ്പിയറൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്തോളൂ. ബട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചെല്ലുന്നത് ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള സ്ഥലത്താണോ, ചെയ്യുന്ന ആൾ ലൈസൻസ്ഡ് ആണോ, ആൾ രജിസ്റ്റേർഡ് ഡോക്ടറാണോ, അതും ഡെർമറ്റോളജിസ്റ്റ് ആയാൽ പോരാ, ആൾ നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ട്രാൻസ്പ്ലാന്റേഷൻ സർജൻ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രമേ ഇനിയെങ്കിലും ആരെങ്കിലും പോയി ചെയ്യാൻ തീരുമാനിച്ചവരുണ്ടെങ്കിൽ ചെയ്യാവൂ എന്നുള്ളൊരു അഡ്വൈസ് കൂടി എനിക്കിപ്പോൾ ഉണ്ട്. ഓഫറിന് പിന്നാലെ പോവരുത്. അതായത് നമ്മൾ സാധാരണ എന്ന് വെച്ചപ്പോൾ ഓൺലൈനിൽ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി റിലേറ്റ് ചെയ്ത കംപ്ലീറ്റ് ന്യൂസുകൾ വരും. അപ്പോൾ ഇവിടെയുള്ള ഒരുപാട് ക്ലിനിക്കുകളിൽ നിന്ന് എനിക്ക് കോൾ വന്നിരുന്നു. ബട്ട് ഞാനതൊന്നും വലിയ ഇത് കാണിച്ചില്ല. പക്ഷേ ഇവരെന്ന് വെച്ചാൽ നമ്മളെ ഫോളോ അപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ഫോളോ അപ്പ് ആയിരിക്കും ചെയ്യുന്നവരെ. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഇത്രയും ട്രാജഡി വന്നു എന്ന് ഞാൻ മാർച്ച് 12 ഹോസ്പിറ്റലിൽ ലൂർദിൽ കിടന്നുകൊണ്ട് വരെ ഞാൻ ഇൻഫോം ചെയ്തിട്ടും 1-2 തവണ അവർ വിളിച്ചു എന്നല്ലാതെ ഒരാൾ പോലും നമ്മളെ വരികയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി അവരിപ്പോൾ ഇന്നലെ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ എടുക്കാറില്ല എന്ന്. പക്ഷേ അവർ കോൺടാക്ട് ചെയ്താൽ എൻ്റെ കോൾ ലിസ്റ്റിൽ വരണം. അല്ലെങ്കിൽ ഞാൻ എടുക്കാതിരിക്കാൻ കാരണം ഉണ്ടാവുമെന്ന് വെച്ചാൽ 13-ാം തീയതി മുതൽ 14, 15, 16 സർജറിയാണ്. അപ്പോൾ ഞാൻ രാവിലെ സർജറിക്ക് തിയേറ്ററിൽ പോകും, വൈകുന്നേരം സെഡേഷൻ കഴിഞ്ഞ് വരും, എഗെയിൻ മോർണിംഗ് വീണ്ടും ഞാൻ പോകും. അപ്പോൾ എനിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല. പിന്നെ 1-2 തവണ വിളിച്ചപ്പോൾ വൈഫ് എടുത്തിരുന്നു. വൈഫ് കരഞ്ഞു എന്നൊക്കെ ആ ലേഡി എന്നോട് പറഞ്ഞു. കാരണം വൈഫിനോട് പറഞ്ഞു ഹസ്ബൻഡ് മരിച്ചു എന്ന് പറഞ്ഞാൽ ആരാ കരയാത്ത. എന്നിട്ട് ഇപ്പോൾ അവർ എന്നെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ മെയ് 8-ാം തീയതി CIക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു. CIക്ക് കംപ്ലയിൻറ്റ് കൊടുത്ത് മെയ് 9-ാം തീയതി ഇവരെ വിളിപ്പിച്ചു. ഈ സ്റ്റേഷനിൽ CI സാർ വിളിപ്പിച്ചു. ആ മെയ് 9-ാം തീയതി ഞാൻ CI സാറിൻ്റെ അടുത്ത് നിന്ന് എൻ്റെ വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ ഡെർമ ക്ലിനിക്കിൽ നിന്ന് എനിക്ക് കോൾ വന്നു. സാർ നിങ്ങൾ കേസാക്കാൻ പോവുകയാണോ, കോമ്പൻസേഷൻ ആണെങ്കിൽ നമ്മൾ കോമ്പൻസേഷൻ തരാമെന്ന് പറഞ്ഞാൽ ആ ലേഡി വിളിച്ചു. ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കോമ്പൻസേഷന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ എനിക്ക് നേരെ നിങ്ങളുടെ ക്ലിനിക്കിലോ എന്ന് പറഞ്ഞാൽ പോരെ. എനിക്ക് കോമ്പൻസേഷനല്ല വേണ്ടത്. എനിക്ക് കോമ്പൻസേഷൻ വാങ്ങാൻ എൻ്റെ സർജറി പ്രൊസീജിയർ ഇനിയും കുറേ ഉണ്ട്. ഞാൻ നോർമൽ ഹെൽത്തിലേക്ക് വന്നിട്ടില്ല, എനിക്ക് ജോലിക്ക് പോകാനുള്ള കണ്ടീഷൻ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നീതിയാണ് വേണ്ടത്. അതുകൊണ്ട് എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ അവർ ആർഗ്യൂ ചെയ്തു, സാറ് ഡയബറ്റിക് ആയിരുന്നില്ലേ, സാറ് സ്വീറ്റ് പൊട്ടറ്റോ കഴിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു. കാരണം അവർക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല. കാരണം ഒരു ന്യൂട്രീഷനിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാം ഡയബറ്റിക്കാർക്ക് ഏറ്റവും നല്ല ഫുഡാണ് സ്വീറ്റ് പൊട്ടറ്റോ. അവർക്ക് അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ല. അതുകൊണ്ട് അവർ എന്തൊക്കെയോ ഒരു മീൻസ് അത്ര നല്ല ലാംഗ്വേജ് അല്ലാതെ വീട്ടിൽ പോയി മരുന്ന് കൊടുക്കാൻ പറ്റുമോ, ഭക്ഷണം ഞങ്ങൾക്ക് കഴിപ്പിക്കാൻ പറ്റുമോ, മരുന്ന് കഴിച്ചു എന്ന് എങ്ങനെയാണ് അറിയണത്, മരുന്ന് കഴിക്കാതെ ആണെങ്കിൽ വീണ്ടും ചെന്ന് അവിടെ നിന്ന് അവർ തന്ന സ്റ്റിറോയിഡ് ഞാൻ വീണ്ടും വാങ്ങിക്കുമോ, കഴിക്കാത്ത മരുന്ന് വീണ്ടും ഞാൻ വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ? അവർ 8-ാം തീയതി എനിക്ക് സ്റ്റിറോയിഡ് തന്നതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്, ഞാൻ ഗൂഗിൾ പേ ചെയ്ത റിപ്പോർട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. നിലവിൽ എത്ര രൂപയോളം ചിലവായിട്ടുണ്ട് ഈ സർജറി ഇപ്പം ആശുപത്രിയിലായതിനു ശേഷം? ഇപ്പോൾ അവിടെ നമ്മൾ 54,500 പേ ചെയ്തത് ഈ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ ലൂർദിൽ നമ്മൾ ഏതാണ്ടൊരു എനിക്ക് 6 lakh ഇൻഷുറൻസ് ഉണ്ടായിരുന്നുള്ളൂ. ആ 6 lakhs കഴിഞ്ഞിട്ട് ഒരു 3 lakhs നമ്മളെ കയ്യിൽ നിന്ന് ഹോസ്പിറ്റൽ എക്സ്പെൻസ് തന്നെ ആയിട്ടുണ്ട് നമുക്ക്. 10 ലക്ഷത്തിനടുത്ത് ആയി. ഇപ്പോൾ ഈ മെഷീന് നമ്മൾ എവരി വീക്കും 5,600 രൂപ മെഷീൻ്റെ റെൻറ്റ് കൊടുക്കണം. പിന്നെ ഈ മെഷീനിൽ നമ്മൾ ഈ ഇത് വേസ്റ്റ് സ്റ്റോർ ചെയ്യണ ഈ പോർഷനിലെ ഇത് 2,000 rupees അതിൻ്റെ വില. അത് എവരി വീക്കും നമ്മളത് മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊരു 4 weeks ഞാനത് ക്യാരി ചെയ്തുകൊണ്ട് നടക്കണേ. ഇനിയും ഇപ്പോൾ കാലിൽ നിന്ന് സ്കിന്നെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും 3 weeks കൂടി മെഷീൻ ക്യാരി ചെയ്യണം.
ഈ മെഷീൻ തലേന്ന് ഊരാതെ എനിക്ക് സുഖമായിട്ടൊന്ന് ഉറങ്ങാനോ കുളിക്കുന്നതൊക്കെ എന്ന് വെച്ചാൽ ഈ മെഷീൻ നനയരുത്, എത്രയോ സ്ട്രഗിളുകളാണ് ഞാൻ അനുഭവിക്കുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഇത്രയും ഒരു 85 ദിവസത്തോളം ആയതുകൊണ്ട് ഞാൻ ആ ട്രോമയിൽ നിന്ന് പതുക്കെ ഇങ്ങനെ ഞാൻ തന്നെ ഓരോ ഇത് മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിച്ച് ഒന്ന് റിലാക്സ്ഡായി വരണേ ഉള്ളൂ. എങ്കിലും നോർമൽ ലൈഫിലേക്ക് വരണമെങ്കിൽ എത്ര നാൾ പിടിക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 26 ഡെയിലി ഡോക്ടർ എനിക്ക് കാര്യമായിട്ട് കണ്ടില്ല ഞാൻ, കാരണം എൻ്റെ കണ്ണ് മൂടി വെച്ചിട്ടാണ് ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ബട്ട് സെക്കൻഡ് ഡേ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ചെന്നപ്പോൾ ഫസ്റ്റ് ഡേ എൻ്റെ മുടി ഡോണർ ഏരിയയിൽ നിന്ന് ഗ്രാഫ്റ്റ് എടുത്ത ലേഡീനെ കണ്ടില്ല. അപ്പോൾ ഈ ഡോക്ടർ തന്നെയാണ് ഗ്രാഫ്റ്റ് എടുത്തത്. അപ്പോൾ ഈ ഗ്രാഫ്റ്റ് എടുക്കുമ്പോൾ നമ്മളൊരു ടേബിളിൽ ഒരു മസാജ് ടേബിൾ പോലെ ഒരു ഹോളുള്ളൊരു ടേബിൾ കമഴ്ന്ന് കിടന്നിട്ടാണ് ഗ്രാഫ്റ്റ് എടുക്കുക. അങ്ങനെ കമഴ്ന്ന് കിടക്കുമ്പോൾ ഞാൻ ഈ ഡോക്ടറുടെ കാല് ആ ഹോളിൽ കൂടെ കണ്ടു. ഈ ഡോക്ടറുടെ 2 കാലിലും സിവിയർ ഇൻഫെക്ഷൻ ആയിരുന്നു, അതായത് വലിയ വൂണ്ടാണ് 2 കാലിലും. അപ്പോൾ ഞാൻ ടെൻഷനായിട്ട് ഞാൻ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടുത്തെ നേഴ്സിനോട് ചോദിച്ചു, മാം ഇവിടുത്തെ ഡോക്ടർക്ക് അന്ന് സ്കിൻ ഡിസീസ് ഉള്ളതാണെന്ന്. അപ്പോൾ സാറ് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ നിങ്ങളിതുവരെ കണ്ടിട്ടില്ലേ? ഇല്ല, ഞങ്ങളങ്ങനെ കണ്ട് ചോദിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. ബട്ട് എനിക്കത് ടെൻഷനായെന്ന് വെച്ചാൽ ഇത് ഒന്നില്ലെങ്കിൽ ആൾക്ക് സോറിയാസിസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെർമറ്റൈറ്റിസോ എക്സിമയോ ആയിരിക്കാം എന്ന് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള ട്രാൻസ്പ്ലാന്റേഷന് കിടന്നത്. എങ്കിലും ഞാനത് ഈവനിങ് ഞാൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഫ്രാങ്കായിട്ട് ചോദിക്കുന്ന ക്യാരക്ടർ എൻ്റെ. അങ്ങനെ ഞാൻ ഈവനിങ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ആളുടെ റൂമിൽ ചെന്ന് ചോദിച്ചു, സാർ നിങ്ങൾ ചോദിക്കുന്നൊന്നും വിചാരിക്കരുത്, നിങ്ങൾക്ക് എന്താ സ്കിൻ ഡിസീസ് ഉള്ളത്, എക്സിമയാണോ ഡെർമറ്റൈറ്റിസ് ആണോ? സാർ എനിക്ക് ക്രോണിക് എക്സിമയാണെന്ന് പറഞ്ഞു. ഈ ക്രോണിക് എക്സിമയുള്ള പേഷ്യൻസിൻ്റെ ബോഡിയിൽ എപ്പോഴും സ്റ്റാഫിലോകോക്കസ് ഓറിയസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ കോളനികൾ ക്യാരി ചെയ്യണവരായിരിക്കും, 1-2 ബാക്ടീരിയ അല്ല. അപ്പോൾ ഇങ്ങനെ ഫിസിക്കലി ഫിറ്റല്ലാത്ത ഒരാൾ നമ്മളുടെ തലയിലേക്ക് ഓരോ ഹെയർ ഇഞ്ചെക്ട് ചെയ്ത് മീൻസ് പെൻ വെച്ചിട്ട് അതിനെ ഇഞ്ചെക്ട് ചെയ്ത് പിടിപ്പിക്കുമ്പോഴും ഈ ബാക്ടീരിയ നമ്മുടെ ഏരിയയിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇവർ പറയുന്ന പോലെ എനിക്ക് ഡയബറ്റിക് ആയതുകൊണ്ടാണ് ഇൻഫെക്ഷൻ വന്നതെങ്കിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയയെക്കാളും കൂടുതലാണ് ഡോണർ ഏരിയ. ഡോണർ ഏരിയ പക്കാ ഹീലായി, അവിടെ എഗെയിൻ ഹെയർ ഗ്രോത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇയാൾക്ക് വിഷൻ പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്ക് തെളിഞ്ഞു എന്ന് വെച്ചാൽ എൻ്റെ ഹെയർ ലൈൻ ഫൈനൽ ചെയ്യുമ്പോൾ ഹെയർ ലൈൻ വരച്ചു. ഹെയർ ലൈൻ വരച്ചിട്ട് ആൾക്കത് കറക്റ്റാണോ അല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ നിങ്ങളാണ് ഇതിൽ എക്സ്പേർട്ട്, എനിക്കതിനകത്ത് ഒപ്പീനിയൻ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ കൂടെ നിന്ന നേഴ്സിനോട് പറഞ്ഞു, സിസ്റ്ററെ ഈ വരച്ചത് കറക്റ്റാണോ? എനിക്ക് ഇടത്തേക്കണോ വലത്തേക്കണോ ഞാൻ ഓർമ്മയില്ല, എനിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല എന്ന് ആൾ പറഞ്ഞു. അപ്പോൾ വ്യക്തമായിട്ട് കാഴ്ചയില്ല, കാഴ്ച വൈകല്യമുണ്ട്, സിവിയറായിട്ടുള്ള സ്കിൻ ഡിസീസുമുള്ള ഫിസിക്കലി ഫിറ്റല്ലാത്ത ഒരാൾ ചെയ്തത് മൂലമാണ് ഞാൻ ഈ മരണക്കിടക്കയിൽ നിന്ന് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇവിടെ എത്തിയേക്കുന്നത്. ഡോക്ടറുടെ പേര് ശരത് കുമാർ, ബാത്തിനി ശരത് കുമാർ എന്നാണ് ആളുടെ അക്കൗണ്ട് നെയിം വരുന്നത്. ശരത് കുമാർ ഡോക്ടർ സർജൻ എന്നൊക്കെയാണ് ഈ ക്ലിനിക്കുകാർ നമ്മൾക്ക് ആളുടെ പേര് പറഞ്ഞു തരുന്നത്. അയാളുടെ സ്വന്തം സ്ഥാപനമാണെന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ ഇന്നലെ ആ ലേഡി പറഞ്ഞു അയാളും വേറൊരു ലേഡി ഡോക്ടറുടെയും കൂടി പാർട്ട്ണർഷിപ്പിലാണെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. ഡോക്ടർ അല്ല മലയാളി, ഇയാൾ ഹൈദരാബാദിയാണ്. നിലവിൽ സ്ഥാപനം അടച്ചിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുന്നിലെ ബോർഡ് വായിക്കുമ്പോൾ ഒരു ഡോക്ടർ പ്രണയ ബാഗ്ദെ എന്ന് പറയുന്ന ഒരു പേര് കാണുന്നുണ്ട്. MBBS MD DNB MSc സൈക്കോളജി, കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ്, സൈക്കോളജിസ്റ്റ് ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മരണത്തിൻ്റെ വക്കിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ പോകുമ്പോൾ അവിടുത്തെ ഗുണനിലവാരവും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുമൊക്കെ പരിശോധിക്കുക, എത്രത്തോളം നല്ലതാണെന്ന് നോക്കുക. നമ്മൾ ഗൂഗിളിൽ കാണുന്ന റിവ്യൂ ഒന്നും വിശ്വസിക്കരുത്, അതൊക്കെ പണം കൊടുത്ത് പലരെയും കൊണ്ട് ഇടുന്നതാണ്, അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നല്ല ഹോസ്പിറ്റലുകളിൽ പോയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ചെയ്യണമെന്നുള്ളവർ അത്തരം നല്ല ആശുപത്രികളിലൊക്കെ പോവുക. 55,000 രൂപയോളം മുടക്കി മുടി വെച്ച് പിടിപ്പിച്ചതാണ്. ഇപ്പോൾ ഏകദേശം 10 ലക്ഷത്തിനടുത്ത് രൂപ ചെലവാക്കിയാണ് ജീവിതത്തിലേക്ക് സനിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും അഭിശങ്കറിനൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.